Welcome back to Bosco Campus Vision. This is the 9th lecture of Computer Application for Publications. Topic: Adding text to slides. First topic is adding text to slides. In almost all the slides that you prepare, you have to put some text. The text must serve the purpose of title, subtitle or content of a slide. Most of the slide layouts available in PowerPoint have one or more text boxes. In order to add some text in the text box, click inside the box and then type. For instance, if you want to add a title and subtitle to a PowerPoint slide, perform the following steps. അതായത് നേരത്തെ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പവർപോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്ലൈഡ് ആഡ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിച്ചു. അപ്പം ഈ സ്ലൈഡ് ആഡ് ചെയ്യുമ്പം നമുക്ക് എന്താണ് സ്ലൈഡിൻ്റെ ലേ ഔട്ട് എടുക്കാൻ പറ്റും. ആ ലേ ഔട്ടിൻ്റെ അകത്താണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഏത് ലേ ഔട്ടാണെന്ന് നമ്മൾ നോക്കും. ഒന്നുകിൽ നമുക്ക് എന്താണ് ഒരു ടൈറ്റിൽ ഒരു സബ് ടൈറ്റിലുള്ള ലേ ഔട്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും കമ്പാരിസൺ ചെയ്യാനുള്ള ലേ ഔട്ടോ, അല്ലെങ്കിൽ ടൈറ്റിൽ മാത്രമുള്ള ഒരു ലേ ഔട്ടോ, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേ ഔട്ടോ ഏതാണെന്ന് നോക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്ത് കണ്ടൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നോണമുള്ള ലേ ഔട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള സ്റ്റെപ്സാണ് ഇനി പറയാൻ പോകുന്നത്. സെലക്ട് ദ സ്ലൈഡ് ദാറ്റ് യു വാണ്ട് ടു വർക്ക് വിത്ത്. Then, in order to insert a title, click the title box and type the title of the presentation. Then, in order to add a subtitle to the slide, click in the subtitle box and then type the matter. അതായത് എങ്ങനെയാണ് നമ്മുടെ സ്ലൈഡിൻ്റെ അകത്ത് ടെക്സ്റ്റ്, അതായത് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏത് സ്ലൈഡിലാണോ കണ്ടൻറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ ലേ ഔട്ട് സെലക്ട് ചെയ്തേക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ക്ലിക്ക് ടു ടൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ നിന്നുള്ള ലേ ഔട്ടാണ്. അതായത് എനിക്കൊരു ടൈറ്റിൽ കൊടുക്കാനും ആ ടൈറ്റിലിൻ്റെ സബ് ടൈറ്റിൽസ് കൊടുക്കാനും അതിൻ്റെ അകത്ത് കണ്ടൻസ് കൊടുക്കാനും ഉള്ള ഒരു ലേ ഔട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇൻ ഓർഡർ ടു ഇൻസേർട്ട് എ ടൈറ്റിൽ ക്ലിക്ക് ദ ടൈറ്റിൽ ബോക്സ്. അതായത് ആ ലേ ഔട്ട് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആ സ്ലൈഡ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ടൈറ്റിൽ ബോക്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ടൈറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ എന്താണ് ആഡ് ടു സബ് ടൈറ്റിൽ എന്നുള്ള എന്ത് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പം സബ് ടൈറ്റിൽ ബോക്സിൻ്റെ അവിടെ നമുക്ക് മാറ്റർ എന്ത് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മളിത് സ്ലൈഡിൻ്റെ അകത്ത് കണ്ടൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ആഡിങ് നോട്ട്സ് ടു എ സ്ലൈഡ്. ഇനി എങ്ങനെയാണ് നോട്ട്സ് ആഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. PowerPoint 2010 ഹാസ് ദ ഫെസിലിറ്റി ടു ആഡ് നോട്ട്സ് ടു എ സ്ലൈഡ്. നോട്ട്സ് ആർ ഹെൽപ്ഫുൾ ടു ദ സ്പീക്കർ ടു പ്രിപ്പയർ ഫോർ ദ പ്രസൻറ്റേഷൻ. When you run the slideshow, notes are not displayed, so the notes added to the slides are only for the speaker's use. അതായത് നമ്മൾ ചെയ്യുന്ന പവർപോയിൻ്റ് അകത്തൊരു ഫെസിലിറ്റിയാണ് നമ്മുടെ സ്ലൈഡിന് നോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഈ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം താഴെ നോട്ട്സ് എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. ഈ നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. നോക്കിയേ, നമ്മൾ സ്ലൈഡ് ഷോ കൊടുത്ത് പവർപോയിൻ്റ് റൺ ചെയ്യുമ്പം ഈ നോട്ട്സ് ഒരിക്കലും നമുക്ക് ഡിസ്പ്ലേ ആവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ദ നോട്ട്സ് ആഡഡ് ടു ദ സ്ലൈഡ്സ് ആർ ഓൺലി ഫോർ ദ സ്പീക്കേഴ്സ് യൂസ്. പറയുന്ന ആളുടെ എന്താണ് ആവശ്യപ്രകാരം, അതായത് അദ്ദേഹത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ ആയിരിക്കും ആ പവർപോയിൻറ്റിൻ്റെ നോട്ട്സ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അയാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള ഒരു നോട്ട്സ് കൊടുത്തേക്കും. എന്നാൽ സ്ലൈഡ് ഷോയിൽ അത് പ്രസൻറ്റേഷൻ മറ്റുള്ളവർക്ക് വ്യൂ ചെയ്യാനുള്ള പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ ആ നോട്ട്സ് ഒരിക്കലും ഡിസ്പ്ലേ ആവത്തില്ല. സെലക്ട് ദ സ്ലൈഡ് ഇൻ വിച്ച് യു വാണ്ട് ടു ആഡ് നോട്ട്സ്. അതായത് നോട്ട്സ് കൊടുക്കേണ്ട സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ ക്ലിക്ക് ഇൻ ദ നോട്ട്സ് പാൻ. അതായത് നമ്മൾ നോട്ട്സ് കൊടുക്കേണ്ടടുത്ത്, അതായത് നിങ്ങൾ ആ ഫിഗറിൻ്റെ അകത്ത് നോക്കിയാൽ അറിയാം, ആ സ്ലൈഡിൻ്റെ പിക്ചർ മെയിൻ ആ വിൻഡോയ്ക്കകത്ത് സ്ലൈഡിൻ്റെ പിക്ചർ കഴിഞ്ഞ് താഴെ എന്താണ് അവിടെ ക്ലിക്ക് ടു ആഡ് നോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് പവർപോയിൻറ്റിൻ്റെ അകത്ത് വരും. നോക്കിയേ, അത് കഴിഞ്ഞ ശേഷം ടൈപ്പ് ദ മാറ്റർ ദാറ്റ് യു വാണ്ട് ടു ആഡ്. നിങ്ങൾക്ക് കൊടുക്കേണ്ട മാറ്റർ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതൊരിക്കലും എന്താവത്തില്ല, ഡിസ്പ്ലേ ആവത്തില്ല. അപ്പോൾ എന്താണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്? സെലക്ട് ദ സ്ലൈഡ് ഇൻ വിച്ച് യു വാണ്ട് ടു ആഡ് നോട്ട്സ്, ക്ലിക്ക് ഇൻ ദ നോട്ട്സ് പാൻ, ദെൻ ടൈപ്പ് ദ മാറ്റർ ദാറ്റ് യു വാണ്ട് ടു ആഡ്. ദെൻ
adding current date and time to the slide. Current date and time can be added to all the slides in the presentation. Date and time is displayed at the bottom left corner of the slide by default. In order to add current date and time, perform the following steps. First, select the first slide in the presentation. Then click the Insert tab on the ribbon. Click the Date and Time button in the text box. The header and footer dialog box appears. Click the Slide tab in the dialog box. Then select the Date and Time checkbox. Select the Update Automatically Radio button. Then select a date or time format from the Date and Time box. If you want to add date and time to all the slides in your presentation, click on Apply to All button. If you want to add date and time to the current slide only, click on Apply button. The date and time will be displayed at the bottom left corner of the slide. നമ്മളെന്താ ഫസ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിന് കഴിഞ്ഞ ശേഷം റിബണിൻ്റെ അകത്ത് പോയി നമ്മൾ ഇൻസേർട്ട് എന്നുള്ള ടാബ് എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് ഡേറ്റ് ആൻഡ് ടൈം എന്നൊരു ബട്ടണുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് വരുന്നു. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, സ്ലൈഡ് ടാബ് ക്ലിക്ക് ചെയ്യുക, ഒരു ഡയലോഗ് ബോക്സ് വരും. ദെൻ അതിൻ്റെ അകത്ത് സെലക്ട് ദ ഡേറ്റ് ആൻഡ് ടൈം. ആ ചെക്ക് ബോക്സിൻ്റെ അകത്ത് ഒരു ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് വരും, അത് സെലക്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്താണ്, അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ചെയ്യുക, റേഡിയോ ബട്ടണാണ്, അത് ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, ഡേറ്റ് ഓർ ടൈം ഫോമാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡേറ്റ് ആൻഡ് ടൈം ബോക്സിൻ്റെ അകത്ത് വരും, അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു സ്ലൈഡിൻ്റെ അകത്താണ് ഡേറ്റും ടൈം വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്ലൈ കൊടുക്കുക. അല്ല ഫുള്ള് വേണം, എല്ലാ സ്ലൈഡിലും നിങ്ങൾ ചെയ്ത പ്രസൻറ്റേഷൻ്റെ അകത്ത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ടു ഓൾ കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തതുപോലെ തന്നെ സ്ലൈഡിന് നമ്പേഴ്സ് കൊടുക്കാം. അതായത് നമ്മൾ എത്ര സ്ലൈഡ് ചെയ്തേക്കുന്നുണ്ടോ അത്രയും സ്ലൈഡിന് നമ്പേഴ്സ്, അതായത് അതറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ്റെ അകത്ത് എത്ര സ്ലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് നമ്പേഴ്സ് കൊടുക്കുന്നത്. PowerPoint has the facility to add slide numbers to the slides in a presentation. Adding slide numbers is helpful to the presenter to keep track of the number of slides displayed during a presentation. The slide number is displayed at the bottom right corner of the slide by default. In order to add slide numbers, perform the following steps. First one, select the first slide in the presentation. Click the Insert tab on the ribbon. Click the Slide Number button in the text group. The header and footer dialog box appears. Click the Slide tab. Select the Slide Number checkbox. Click Apply to All button. Slide number will be added to all the slides. If you want to add the slide number to only the current slide, click the Apply button instead of Apply to All. നമ്മൾ നേരത്തെ ഡേറ്റും ടൈമും അപ്ലൈ ചെയ്തതുപോലെ തന്നെയാണ് സ്ലൈഡ് നമ്പറും അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം ഇൻസേർട്ട് ടാബിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു, സ്ലൈഡ് നമ്പർ ബട്ടൺ, അവിടെയാണ് ഒരു ചെറിയത് വരുന്നത്, സ്ലൈഡ് നമ്പർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ഡയലോഗ് ബോക്സ് വരുന്നു. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ചെക്ക് ബോക്സിൽ നിന്ന് സ്ലൈഡ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഒരു സ്ലൈഡിലാണ് ഇത് വരേണ്ടതെങ്കിൽ നമ്മൾ അപ്ലൈ കൊടുത്താൽ മതി. അല്ല നമ്മുടെ ചെയ്ത പ്രസൻറ്റേഷനിലെ എല്ലാ സ്ലൈഡ്സിനും വരണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്ലൈ കൊടുത്താൽ നമ്മുടെ ആ സെലക്ട് ചെയ്ത സ്ലൈഡിന് മാത്രമേ വരത്തുള്ളൂ, കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രസൻറ്റേഷന് ഫുള്ള് വരത്തുള്ളൂ. ഒരു ഡെമോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പ്രസൻറ്റേഷൻ 1 എന്നുള്ള ഒറ്റ സ്ലൈഡുള്ളൊരു പ്രസൻറ്റേഷനാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഏറ്റവും ടൈറ്റിൽ ബാറിൻ്റെ അവിടെ, ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാറിൻ്റെ അവിടെ കണ്ടോ പ്രസൻറ്റേഷൻ 1 എന്ന്. അപ്പോൾ അതായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രസൻറ്റേഷൻ സേവ് ചെയ്തിട്ടേക്കുന്ന പേര്. നോക്കിയേ, ഇനി ക്ലിക്ക് ടു ആ ടൈറ്റിലിൻ്റെ അവിടെ ടൈറ്റിൽ എന്ന് കൊടുത്തു. താഴെ സബ് ടൈറ്റിലിൻ്റെ അവിടെ ഞാൻ വീണ്ടും കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു, എന്തെങ്കിലും ഒരു സബ് ടൈറ്റിൽ. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് സ്ലൈഡിൻ്റെ അകത്ത് കണ്ടൻറ്റ്സ് ടൈപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്.
എന്താണ് ടൈറ്റിൽ നിന്നും കൊടുത്തു, ഞാൻ താഴെ സബ് ടൈറ്റിൽ നിന്നും കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് വേറൊരു ലേഔട്ടാണ് വേണ്ടത്. നോക്കിയേ, അത് കഴിഞ്ഞ ശേഷം ന്യൂ സ്ലൈഡ് എടുത്ത് ഒരു ലേഔട്ട് കൊടുത്തു. അവിടെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തു. അടുത്ത് എന്ത് ചെയ്തു, വീണ്ടും സബ് ടൈറ്റിലിൻ്റെ അകത്ത് അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് സ്ലൈഡിൻ്റെ അകത്ത് കണ്ടൻറ്റ്സ് ടൈപ്പ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തന്നേക്കുന്നത്. ഇനി വീണ്ടും ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ആ സ്ലൈഡിൻ്റെ നോട്ട്സ് ഏറ്റവും താഴെ കണ്ടോ, അവിടെ പ്രസൻറ്റേഷൻ 1, പിന്നെ എന്താ ഫീച്ചേഴ്സ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പ്രസൻറ്റേഷൻ 1ൻ്റെ ഫീച്ചേഴ്സാണ് ഞാനിവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാൻ അവിടെ കൊടുത്തു. അതാണ് ക്ലിക്ക് ടു ആഡ് നോട്ട്സ് എന്നുള്ളിടത്ത് ഞാനിത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഏതാ, രണ്ടാമത്തെ സ്ലൈഡിനാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്ലൈഡ് അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നു, അവിടെ പ്രസൻറ്റേഷൻ 1 ഫീച്ചേഴ്സിന് അവിടെ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. നോക്കിയേ, ഞാനത് സ്ലൈഡ് ഷോയിൽ വ്യൂ ചെയ്തപ്പോൾ അത് കാണിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാ പറഞ്ഞേക്കുന്നത്, സ്ലൈഡ് ഷോയിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഈ നോട്ട്സ് ഒരിക്കലും വ്യൂ ആവത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പം എങ്ങനെയാണ് നമ്മൾ നോട്ട്സ് ആഡ് ചെയ്യുന്നതെന്നും പഠിച്ചു. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെയാണ് കണ്ടൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്നും പഠിച്ചു. ഇനി നോക്കിയേ, ഡേറ്റ് ആൻഡ് ടൈം. നോക്കിയേ, റിബൺ ടാബിൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ടിൻ്റെ അകത്ത് ഡേറ്റ് ആൻഡ് ടൈം. അതിൻ്റെ അകത്ത് നോക്കിയേ, ഡേറ്റ് ആൻഡ് ടൈം, അതുപോലെ തന്നെ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്ത് വേണമെന്ന് മനസ്സിലായോ? സ്ലൈഡ് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം തൊട്ട് താഴെ ഡേറ്റ് ആൻഡ് സ്ലൈഡ് ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള എന്ത് ചെയ്യുന്നു, റേഡിയോ ബട്ടൺ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. തൊട്ട് താഴെ നമുക്ക് കുറേ ഫോമാറ്റുകൾ കാണും. ഏത് ഫോമാറ്റിലാണ് നമുക്ക് ഡേറ്റ് വരണ്ടേന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം എന്ത് വേണമെന്നറിയാവോ, നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ കൊടുത്ത കറണ്ട് സ്ലൈഡിന് എന്ത് ചെയ്തു, എനിക്ക് ഏറ്റവും താഴെ ബോട്ടം കോർണറിൽ ആ ഡേറ്റിൻ്റെ ഫോമാറ്റിൽ എനിക്ക് എന്ത് ചെയ്തു, വന്നു. അപ്ലൈ എന്ത് ചെയ്ത് വന്നേനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്ലൈ ടു ഓൾ ആയിരുന്നെന്നുണ്ടെങ്കിൽ 2 സ്ലൈഡിലും വന്നേനെ. അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഏത് സ്ലൈഡാണോ സെലക്ട് ചെയ്ത് കണ്ടൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഡേറ്റ് ആൻഡ് ടൈം വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതുപോലെ തന്നെയാണ് സ്ലൈഡിൻ്റെ നമ്പർ. ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടോ സ്ലൈഡിൻ്റെ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ലൈഡിൻ്റെ നമ്പർ എനിക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു ആഡ് ടെക്സ്റ്റ് ടു സ്ലൈഡ്സ്, ദെൻ ഹൗ ടു ആഡ് നോട്ട്സ് ടു എ സ്ലൈഡ്, ദെൻ റൈറ്റ് ദ സ്റ്റെപ്സ് ടു ആഡ് ഡേറ്റ് ആൻഡ് ടൈം ടു എ സ്ലൈഡ്. Last question, write the steps to add slide numbers to the presentation. ഒന്നും കൂടി പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, how to add text to slides. Second question, how to add notes to a slide. Third question, write the steps to add date and time to a slide. Last question, write the steps to add slide numbers to the presentation. എല്ലാ ക്വസ്റ്റ്യനും സ്റ്റെപ്സ് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം.